ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശമായ വോട്ട് അത് ഒരു പണത്തിനും വിറ്റ് തുലയ്ക്കുവാനുള്ളതല്ല അത്. എന്തുകൊണ്ട് ഇവിടെ ജനാധിപത്യം തകരുന്നു? രാഷ്ട്രീയക്കാരിൽ നിന്നും കാശ് വാങ്ങിക്കാത്ത എത്ര വോട്ടർമാർ കേരളത്തിലുണ്ട്? അതിന് കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ഒന്നും അതിനൊരു വ്യത്യാസമേ ഇല്ല. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഒരു ജനാധിപത്യം എന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ടും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇന്ത്യയിൽ അടിമകളായിരുന്നു. അത് രാജാക്കന്മാരുടെ ഭരണ കീഴിലായിരുന്നാലും നാട്ടുപ്രമാണിമാരുടെ കീഴിലായിരുന്നാലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും ഇന്ത്യയിൽ അടിമകളായിരുന്നു. അത് നമ്മൾ ചരിത്രങ്ങൾ ഒരിക്കലും മറന്നു പോകേണ്ട ഒരു കാര്യവുമല്ല. നമ്മൾ ചരിത്രം പഠിക്കുന്നതാണത്. അന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യയല്ല. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ചെറിയ ചെറിയ പ്രദേശമായി ഇല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കീഴിൽ വിഭിന്നമായി ചിതറിക്കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. അവിടെ രാജാക്കന്മാരുടെ ഭരണം നിലനിന്നിരുന്നു, ജാതീയമായിട്ട് അടിമത്തം നിലനിന്നിരുന്നു. എല്ലാം കൊണ്ടും ഇന്ത്യ ചിന്നിച്ചിതറി നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് കടന്നു കയറുവാൻ വളരെ എളുപ്പമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഒരു ഏകീകരണമില്ലാതെ കിടക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യം തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു. ഇവിടെ നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് നമുക്കറിയാം, അന്നുവരേക്കും ഇവിടെ രാജാക്കന്മാരുടെയും നാടുവാഴികളെയും ഭരണത്തിൻ്റെ കീഴിൽ കിടന്നിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വന്നതോടുകൂടി ഇവിടെ ഇന്ത്യയിലെ എല്ലാവരും തുല്യമായി അടിമകളായി എന്നുള്ളതാണ് വാസ്തവം. അത് രാജാക്കന്മാരും അടിമകളായി, ഇവിടുത്തെ നാട്ടുപ്രമാണികളും അടിമകളായി, ഇവിടുത്തെ ജനങ്ങളും അടിമകൾ. ടോട്ടലി ഇന്ത്യ പൂർണ്ണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലായി. നമുക്കറിയാം, ഇവിടെ ഏറ്റവും നല്ല പാലങ്ങൾ, റെയിൽവേ ലൈനുകൾ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസങ്ങൾ എല്ലാം കൊണ്ടുവന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അവർ ഇന്ത്യയിൽ നമ്മളെ അടിമകളാക്കിയെങ്കിലും അവർ ഇവിടെ ചെയ്തത് നമ്മുടെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഏകീകരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യപടി വെച്ചത് ബ്രിട്ടീഷുകാരാണ്. റോഡുകൾ നിർമ്മിച്ചു, പാലങ്ങൾ നിർമ്മിച്ചു, പരസ്പരം ബന്ധപ്പെടുത്തി ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രത്തെ കെട്ടുറപ്പുള്ളതാക്കിയതിൻ്റെ മുഖ്യം, അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. അത് നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അന്നിവിടെ രാജാക്കന്മാരുടെ ഭരണം പോയി, നാടുവാഴികളുടെ ഭരണവും അത്ര തന്നെ. അവർക്കിവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ അവരുടെ നാട്ടിലേക്ക് എത്തിക്കണം. അവരൊരു കച്ചവടക്കാരാണ്. ബ്രിട്ടീഷുകാർ എന്നൊരു കച്ചവട മാർക്കറ്റ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു മാർക്കറ്റിനെ മാത്രമാണ് അവർ കാണുന്നത്. കാരണം അവരുടെ സാധനങ്ങൾ ഇവിടെ വിൽക്കുവാനും ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും ചെയ്യാനുള്ള ഒരു മാർക്കറ്റ്. അതിനുവേണ്ടി ഇന്ത്യയെ അടിമകളാക്കിയവർ. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ ഇവിടെ സാധാരണക്കാർ അപ്പോഴും അടിമകളായിരുന്നു. അവർക്ക് ഒരു സെന്റ് ഭൂമിയില്ല. അവരപ്പോഴും നാട്ടുപ്രമാണിമാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും വസ്തുക്കളിൽ ചെറിയ കുടിലുകൾ വെച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് 1956 ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈങ്കിളിയെ എന്നുള്ള മുദ്രാവാക്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകന്റെ ഭൂമി അത് കർഷകർക്ക് തന്നെ വേണം എന്നുള്ള സമരപ്രഖ്യാപനത്തിലൂടെ അധികാരത്തിൽ വന്ന ആ സർക്കാർ ആദ്യമായിട്ട് ചെയ്തതും അത് തന്നെയാണ്. എന്താണ്? ഇവിടുത്തെ സാധാരണക്കാർക്ക് ഭൂജമ്മിമാരിൽ നിന്നും ഭൂസ്വത്തുള്ളവരിൽ നിന്നും അവർക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചെയ്ത തെറ്റും അത് തന്നെയാണ്. ഇവിടെ എം മണി പറയും പോലെ കേരളത്തിലെ സർക്കാർ ചെയ്ത ഉപകാരങ്ങൾ മറന്ന ഒരു വ്യക്തികളും കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എം മണിയെ സംബന്ധിച്ച് ഒരു കഥയുമില്ലാത്ത മനുഷ്യനാണ്.
ഒരിക്കലും പാല് കൊടുത്ത കൈകളിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ ജനവും തിരിഞ്ഞു കുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് പണാധിപത്യം എങ്ങനെ കടന്നു വരുന്നു? എന്തുകൊണ്ട് ശശി തരൂരിനെ ഇപ്പോഴും കോൺഗ്രസ് ഒരു സംശയത്തിന് നിഴൽ നിർത്തിയിരിക്കുന്നു? തിരുവനന്തപുരത്തെ എം പി ആണല്ലോ ശശി തരൂർ. ആ ശശി തരൂരിനെ എന്തുകൊണ്ട് ഒരു സംശയത്തിൻ്റെ നിഴലിൽ കോൺഗ്രസ് നിർത്തുന്നു? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കുവാനുള്ള മുഖ്യ ആസൂത്രണം നടത്തിയതും ശശി തരൂരാണ്. BJPയിൽ ഇന്ന് ഇവിടെ പ്രവർത്തിച്ച് വളർന്ന, ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടും മല്ലടിച്ച് വളർന്ന BJP പ്രവർത്തകരിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുവാൻ യോഗ്യതയുള്ള ആരും BJPയിലില്ലേ? അവിടെയാണ് നാം പണാധിപത്യത്തെ പേടിക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ താമസിക്കുന്ന നിലവിലുള്ള 65% ആൾക്കാരും അത് സാധാരണ ജനങ്ങളാണ്. അവർ ചിലപ്പോൾ അന്നന്നേരം കഷ്ടപ്പെട്ട് അവരവരുടെ ജീവിത മാർഗങ്ങൾ അന്വേഷിക്കുന്ന അവർക്ക് ഈ രാഷ്ട്രീയവും ഇതൊന്നും അവർക്ക് വിഷയമല്ല. കാരണം അവിടെ കുഞ്ഞുങ്ങളെ വളർത്തുക, അവിടെ ഭാവി നോക്കുക, അതല്ലാതെ അവർക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ല. ഇവിടെ രാഷ്ട്രീയക്കാർ ചൂഷണം ചെയ്യുന്നതും ഈ സമൂഹത്തെയാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നാലും വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ഇവിടെ ഈ 65% വരുന്ന ആൾക്കാരെയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത്. അധികാരം അവരുടെ കയ്യിൽ എത്തണമെങ്കിൽ ഈ 65% ആൾക്കാരുടെയും പിന്തുണ വേണം. അന്നവർ നിങ്ങൾക്ക് നെല്ലാണ് തന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അവർ കാശ് തരുന്നു. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇനി നമുക്ക് വേണ്ട അവകാശങ്ങൾ അവരോട് ചോദിക്കണമെങ്കിൽ നിഷ്പക്ഷമായിട്ട് ആരെയും ഒരു രൂപ പോലും കൈപ്പറ്റാതെ നമ്മുടെ സമ്മതിദാനം നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അതൊരു രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലാകരുത്.